ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് മൊഡ്യൂൾ 1-ൻ്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തത്. പിന്നെ ഇന്ന് നമ്മൾ ഏറ്റവും മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഹൈവേ അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമേ നമുക്ക് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റോഡ്സ് പല ഫാക്ടേഴ്സിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് റോഡ്സിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ട്രാഫിക് വോളിയം എന്ന് വെച്ചാൽ ഹൈ ട്രാഫിക് ഉള്ളിടത്ത് ഹൈ ട്രാഫിക് റോഡ്, ലോ ട്രാഫിക് റോഡ് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. വിഡ്ത്ത് അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. എക്കണോമി അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. ട്രാഫിക്കിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. റിജിഡിറ്റി, ടോപ്പോഗ്രഫി ഒക്കെ അനുസരിച്ച് നമുക്ക് ആ ഫാക്ടേഴ്സ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് റോഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം മെയിൻലി നമുക്കിപ്പം അറിഞ്ഞിരിക്കേണ്ടത് മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും, അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് റോഡ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് നോക്കാം. അപ്പം ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് നമുക്ക് എർത്തൻ റോഡുണ്ട്, ഗ്രാവൽ റോഡുണ്ട്, മറംസ് റോഡുണ്ട്, കൺഗർ റോഡ്, WBM എന്ന് വെച്ചാൽ വാട്ടർ ബോണ്ട് മെക്കാഡം, അങ്ങനത്തെ റോഡ്സ് ഉണ്ട്. ബിറ്റുമിനസ് റോഡ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ടാറിട്ട റോഡ്, കോൺക്രീറ്റ് റോഡ്സ്. ഓക്കെ, അപ്പോൾ അത് ഓരോന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ എർത്തൻ റോഡ്സ്. ഇപ്പോൾ ഫിഗർ കണ്ടല്ലോ, ജസ്റ്റ് മണ്ണ് നന്നായിട്ടൊന്ന് റോൾ ചെയ്താൽ അതെങ്ങനെ റോഡായി മാറത്തില്ലേ, അതാണ് എർത്തൻ റോഡ്സ്. അപ്പം എർത്തൻ റോഡ്സ് ആർ ലേഡ് വിത്ത് സോയിൽ. ദേ ആർ ചീപ്പർ ദാൻ ഓൾ ടൈപ്സ് ഓഫ് റോഡ്സ്. ദിസ് ടൈപ്പ് ഓഫ് റോഡ് ഇസ് പ്രൊവൈഡഡ് ഫോർ ഫ്യൂവർ ട്രാഫിക് ഏരിയാസ് ഓർ കൺട്രി സൈഡ് ഏരിയ. ജസ്റ്റ് വില്ലേജ് പോലത്തെ ചെറിയ കുഞ്ഞു വഴി അങ്ങനത്തെ ഏരിയയിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു എർത്തൻ റോഡ് കൊടുക്കുന്നത്. അധികം ട്രാഫിക്, അധികം വലിയ വലിയ വണ്ടികളൊന്നും പോകുന്നൊന്നുമില്ല. അടുത്തുള്ള വല്ല സ്കൂട്ടറോ സൈക്കിളോ അങ്ങനെയൊക്കെ മാത്രമേ പോകുന്നുള്ളായിരിക്കും. മറ്റ് റോഡ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചീപ്പറാണ്. പിന്നെ ഇവിടെ നമ്മൾ ഡ്രെയിനേജിൻ്റെ സിസ്റ്റം നല്ലൊരു സിസ്റ്റം തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഈ റെയിൻ വാട്ടർ വരുന്നത് കറക്റ്റായിട്ട് ഡ്രെയിനേജായി പോകാനുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം നമ്മൾ ഇവിടെയും കൊടുക്കാൻ. ഓക്കെ, ഇനി അടുത്തത് ഗ്രാവൽ റോഡ്. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഗ്രാവൽ ഇട്ടിട്ടുള്ളതായിരിക്കും, സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ മുകളിൽ മറ്റേ റോളർ വെച്ച് റോൾ ചെയ്ത് വരുമ്പോൾ അത് നല്ലതായിട്ട് അമങ്ങിയിരിക്കും. അത് നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഗ്രാവൽ റോഡ്സ് ആർ ഓൾസോ ലോ ക്വാളിറ്റി റോഡാണ്. പക്ഷേ എർത്തൻ റോഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പം എ കോമ്പാക്റ്റഡ് മിക്സർ ഓഫ് ഗ്രാവൽ ആൻഡ് എർത്ത് ഈസ് യൂസ്ഡ് ആസ് പേയ്മെൻറ്റ് മെറ്റീരിയൽ ഇൻ ദിസ് കേസ്. അപ്പം ഗ്രാവലിൻ്റെയും ഈ മണ്ണിൻ്റെയും കൂടെ ഒക്കെ ഒരു മിക്സറാണ് ഇവിടെ പേയ്മെൻറ്റ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് മറംസ് റോഡ്. മറം എന്ന് വെച്ചാൽ ഈസ് എ മാറ്റർ ഒബ്റ്റെയിൻ ഫ്രം ദി ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ഇഗ്നീഷ്യസ് റോക്ക് ബൈ വെതറിംഗ് ഏജൻസി. ഇഗ്നീഷ്യസ് റോക്കില്ലേ, അതിന് വെതറിംഗ് വഴി അത് ഡിസിൻറ്റിഗ്രേറ്റ് ആയിട്ട് ചെറിയ ചെറിയ പൊടികളായി മാറും. അതിനെ മറം എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഇവിടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മറം റോഡ്സ് ഉണ്ട്. പിന്നെ കൺഗർ റോഡ്സ്, അതെന്ന് വെച്ചാൽ ലൈം സ്റ്റോണിൻ്റെ ഒരു ഇംപ്യൂർ ഫോമാണ് കൺഗർ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യാം. ഈ ലൈം റീസണബിളി അവൈലബിൾ ആയിരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് കൺഗർ റോഡ്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതും ലോ ക്വാളിറ്റി ആൻഡ് പെർഫോമൻസും അത്രയും പോരാ. അടുത്തത് WBM അല്ലെങ്കിൽ വാട്ടർ ബോണ്ട് മെക്കാഡം. ഈ ഒരു റോഡിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ക്രഷ്ഡ് സ്റ്റോൺ അഗ്രിഗേറ്റ്സ് ആയിരിക്കും ബേസ് ഓരോ ലെയേഴ്സ് ആയിട്ട് വരുന്നത്. ദ അഗ്രിഗേറ്റ്സ് ആർ സ്പ്രെഡ് ഓൺ ദി സർഫസ് ആൻഡ് റോൾഡ് ആഫ്റ്റർ സ്പ്രിംഗ്ലിംഗ് വാട്ടർ. അപ്പം ആദ്യമേ അഗ്രിഗേറ്റ്സ് സ്പ്രെഡ് ചെയ്യും. റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന അത്രയും വിത്തിൽ അഗ്രിഗേറ്റ്സ് ഇടും, വാട്ടർ സ്പ്രിംഗിൾ ചെയ്യും, എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ റോളർ വെച്ചിട്ട് റോൾ ചെയ്യും. WBM റോഡ്സ് പ്രൊവൈഡ് ബെറ്റർ പെർഫോമൻസ് കമ്പയർ ടു തൊട്ട് മുന്നേ പറഞ്ഞ എല്ലാ ടൈപ്പ് ഓഫ് എർത്തൻ, ഗ്രാവൽ, കൺഗർ, മറം റോഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് WBM റോഡ്സിനായിരിക്കും. ഈ റോഡ്സ് നമ്മൾ ലെയേഴ്സ് ആയിട്ടാണ് ഇടുന്നത്. അപ്പം 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള ലെയേഴ്സ് വെച്ചിട്ടായിരിക്കും ഈ WBM റോഡ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ റഫായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഒത്തിരി ട്രാഫിക് വന്നു കഴിയുമ്പോൾ അങ്ങ് ഡിസിൻറ്റിഗ്രേറ്റ് ആയി പോകാനും WBM റോഡ്സിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്തത് ബിറ്റുമിനസ് റോഡ്. അത് നമ്മുടെ ഇവിടെ കാണുന്ന ടാറിട്ട റോഡ്. ബിറ്റുമിനസ് റോഡ് ആർ പ്രിവലന്റ് റോഡ്സ് അറൌണ്ട് ദി വേൾഡ്. ദേ ആർ ദി മോസ്റ്റ് യൂസ്ഡ് റോഡ് ഇൻ ദി വേൾഡ്. ദിസ് റോഡ് ടൈപ്സ് ആർ ഇൻ ലോ കോസ്റ്റ്, സ്യൂട്ടബിൾ ഫോർ ഡ്രൈവിംഗ് കണ്ടീഷനിലെ കുറച്ചുകൂടി നല്ലതും അധികം കോസ്റ്റ് വരാത്തതുമാണ് ഈ ബിറ്റുമിനസ് റോഡ്. തിക്നെസ് ഓഫ് ബിറ്റുമിനസ് റോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സബ്ഗ്രേഡ് സോയിൽ കണ്ടീഷൻ. അവിടുത്തെ ആ ഒരു സോയിൽ കണ്ടീഷന് താഴോട്ട് ചെല്ലുന്ന എന്താ പറയുക, ട്രാഫിക്കിൻ്റെ വെയിറ്റ് ഈ ബിറ്റുമിനസ് റോഡിൽ നിന്ന് താഴോട്ടുള്ള സബ്ഗ്രേഡ് സോയിലോട്ടാണ് ചെല്ലുന്നത് അല്ലേ. അപ്പോൾ സബ്ഗ്രേഡ് സോയിലിന് ആവശ്യത്തിന് അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഉള്ളതാണെങ്കിൽ അതനുസരിച്ചുള്ള തിക്നെസ് കൊടുത്താൽ മതി. അതുമല്ല, അത്ര തിക്നെസ് ഇല്ല, അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ ബിറ്റുമിനസ് റോഡിന് ആവശ്യത്തിന് തിക്നെസ് കൊടുക്കേണ്ടി വരും.
അടുത്തത് കോൺക്രീറ്റ് റോഡ്. കോൺക്രീറ്റ് റോഡിനെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാലോ, കോൺക്രീറ്റ് റോഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺക്രീറ്റ് റോഡ് എന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടെ പോപ്പുലറാണ്. ഈ ടാറിട്ട റോഡല്ലാതെ നമ്മൾ കോൺക്രീറ്റ് ഇട്ട വഴി എന്നുള്ള പറയില്ലേ, കോൺക്രീറ്റ് ആണ് ഇട്ടതെന്ന് പറയും. അതെന്ന് പറയുമ്പോഴേക്കും സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ പോപ്പുലറാണ്. മറ്റു റോഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലിയറുമാണ്. ദേ ആർ നോട്ട് ഫ്ലെക്സിബിൾ, സോ ദേ റിക്വയർ ലെസ് മെയിൻ്റെനൻസ്. അപ്പം അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊന്നും അല്ല, അതുകൊണ്ട് തന്നെ അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ടി വരത്തില്ല. കോൺക്രീറ്റ് റോഡ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ഹൈ ട്രാഫിക് ഏരിയാസ്. ഹൈ ട്രാഫിക് ഉള്ള ഒരു ഏരിയയിൽ കോൺക്രീറ്റ് റോഡ് സ്യൂട്ടബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ജോയിൻറ്റ് കൊടുത്തിട്ടായിരിക്കും അത് ലേ ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു ടൈം ഓഫ് കൺസ്ട്രക്ഷനും കൂടുതലായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടാൽ അറിയാലോ, ജോയിൻറ്റ്സ്, എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും കോൺക്രീറ്റ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതാണ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ അനുസരിച്ച് റോഡിൻ്റെ പല ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ. അത് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിരുന്നു ഹൈവേ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതിനുവേണ്ടി കുറേ കമ്മിറ്റീസും കുറേ ഫണ്ടൊക്കെ 1927 തൊട്ട് തുടങ്ങിയായിരുന്നു എന്നുള്ളത് അല്ലേ. അതിൽ കുറച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് 20 ഇയർ റോഡ് പ്ലാൻ വന്നായിരുന്നു 1943 തൊട്ട് 61 ആ ഒരു ഇയറിലേക്കുള്ള ഒരു ഫസ്റ്റ് 20 ഇയർ പ്ലാൻ, റോഡ് പ്ലാൻ വന്നിരുന്നു. പിന്നീട് 1961 തൊട്ട് 81 എന്ന വർഷത്തേക്ക് വേണ്ടി സെക്കൻഡ് 20 ഇയർ റോഡ് പ്ലാൻ വന്നു. പിന്നെ തേർഡ് 20 ഇയർ റോഡ് പ്ലാൻ വന്നു. ഈ ഓരോ ഇയർ റോഡ് പ്ലാനിൽ എന്തൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് നമുക്ക് പറയണം. അത് നമുക്ക് നോക്കാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു, അപ്പോൾ അതിന് ബാക്കി തന്നെയാണ്. ഓക്കെ, അപ്പം ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യയിൽ ഉള്ള ഒരു കാറ്റഗറി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ ആയിരുന്നു ഫസ്റ്റ് 20 ഇയർ റോഡ് പ്ലാൻ. ഇത് 1943 തൊട്ട് 1963 എന്നൊരു 20 വർഷത്തേക്ക് വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇത് നാഗ്പൂരിൽ ചീഫ് എഞ്ചിനീയേഴ്സിന് ഒരു കോൺഫറൻസ് ഹെൽഡ് ചെയ്തു 1943. അപ്പം നാഗ്പൂർ വെച്ച് നടന്നുകൊണ്ട് അതിനെ നാഗ്പൂർ റോഡ് പ്ലാൻ എന്നാണ് പറഞ്ഞത്. ആ ഒരു റോഡ് പ്ലാൻ വെച്ചിട്ട് അവർ റോഡ് നെറ്റ്വർക്കിനെ മൊത്തത്തിൽ 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, അതേപോലെ മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡ്, അങ്ങനെ 5 ക്ലാസിഫിക്കേഷനാണ് അവർ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന റോഡ് പ്ലാനിലാണ് എക്സ്പ്രസ് വേ എന്നൊരു കാറ്റഗറിയും കൂടെ വന്നത്. മൊത്തത്തിൽ 6 കാറ്റഗറി ആയത്. പക്ഷെ നാഗ്പൂർ റോഡ് പ്ലാനിൽ ആ ഒരു ടൈമിൽ 5 കാറ്റഗറി ആയിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തത്. അതേപോലെ തന്നെ ഇവർ ഡിസൈഡ് ചെയ്തത് NHന്റെ കൺസ്ട്രക്ഷൻ, മെയിൻ്റെനൻസ്, ആ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുത്തു. അതേപോലെ തന്നെ 1961 എന്ന് വെച്ചാൽ 20 വർഷം കഴിയുമ്പോഴേക്കും 5 lakh കിലോമീറ്ററോളം ലെന്ത്, ടോട്ടൽ അത്രയും ലെന്ത് ഉള്ള റോഡ് വരെ അവർ കൺസ്ട്രക്ട് ചെയ്യണം. അത്രയും ലെന്ത് ആയിരുന്നു അവർ ടാർജറ്റ് വെച്ചിരുന്നത്. അതേപോലെ 100 സ്ക്വയർ കിലോമീറ്ററിൽ 16 കിലോമീറ്റർ റോഡ് ലെന്ത് കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം കൺസ്ട്രക്ഷൻ പോകേണ്ടതും. 1963 കൊണ്ട് അതായിരുന്നു അവർ ഉദ്ദേശിച്ച ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അവർ യൂസ് ചെയ്ത ഒരു റോഡ് പാറ്റേൺ എന്ന് പറയുന്നത് സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ ആയിരുന്നു. അപ്പോൾ സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺസ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പിന്നീട് വരുന്ന മൊഡ്യൂൾസിൽ പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അറിഞ്ഞു വെക്കുക. നാഗ്പൂർ റോഡ് പ്ലാൻ അവർ ബേസ് ചെയ്തത് സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ ആയിരുന്നു. അതേപോലെ തന്നെ അവർ 20 ഇയേഴ്സിലേക്ക് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനും 50% അലവൻസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. പിന്നെ ദ ലെങ്ത് ഓഫ് റെയിൽവേ ട്രാക്ക് ഇൻ ദി ഏരിയ വാസ് ഓൾസോ കൺസിഡേർഡ് ഇൻ ഡിസൈഡിങ് ദി ലെങ്ത് ഓഫ് ഫസ്റ്റ് കാറ്റഗറി റോഡ്. അവിടുത്തെ റോഡ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ അതിന് അടുത്ത് തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ ലെന്തും എങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ കൺസിഡറേഷൻസും ഈ ഒരു റോഡ് പ്ലാൻ ഫസ്റ്റ് 20 ഇയർ റോഡ് പ്ലാനിൽ വന്നിരുന്നു. ദ ലെന്ത് ഓഫ് റെയിൽവേ ട്രാക്ക് ഇസ് ഡയറക്ട്ലി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദി എസ്റ്റിമേറ്റഡ് റോഡ് ലെന്ത് ഓഫ് മെറ്റൽഡ് റോഡ്. ഓക്കെ, എന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിൻ്റെ ലെന്ത് നമ്മളവിടെ ഉദ്ദേശിക്കുന്ന മെറ്റൽഡ് റോഡിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ലെന്തിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത ആ ഒരു പോർഷൻസ് ആയിരുന്നു അവർ ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്കൻഡ് 20 ഇയർ പ്ലാൻ. ഇത് 1961 തൊട്ട് 1981 ആ ഒരു 20 വർഷത്തേക്കുള്ള പ്ലാൻ ആയിരുന്നു. അത് ഇനീഷ്യേറ്റ് ചെയ്തത് IRC, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ആണ് ഈ ഒരു പ്ലാൻ ഇനീഷ്യേറ്റ് ചെയ്തത്. 1959 കൊണ്ടാണ് ഇത് ഫൈനലൈസ് ചെയ്തത്. ചീഫ് എഞ്ചിനീയേഴ്സിനൊക്കെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇതിനെ ബോംബെയിലായിരുന്നു ഹെൽഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന് ബോംബെ റോഡ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. നാഗ്പൂർ റോഡ് പ്ലാനിനേക്കാളും ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുള്ളൊരു ടാർജറ്റ് റോഡ് ലെന്ത്, ഒരു 10 ലക്ഷത്തോളം കിലോമീറ്റർ റോഡ് ലെന്ത് അവർ കൺസ്ട്രക്ട് ചെയ്യണം എന്നായിരുന്നു അവരുടെ ടാർജറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഡെൻസിറ്റി അതനുസരിച്ച് കൂടി 100 സ്ക്വയർ കിലോമീറ്ററിൽ 32 കിലോമീറ്ററോളം റോഡ് ലെന്ത് വരുന്ന രീതിയിലായിരുന്നു. ഒരു 5200 crores ഒരു വർക്കായിരുന്നു അവർ ഉദ്ദേശിച്ചത്.
Okay, every town with population above 2,000 in plain area and above 1,000 in semi-hill area and above 500 in hilly area should be connected by metalled road. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ ഏരിയയും സെമി ഹിൽ ഏരിയയും ഹില്ലി ഏരിയസൊക്കെ ഇത്രയും ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും പോപ്പുലേഷൻ എങ്കിലും ഉള്ള ഏരിയ ആണെങ്കിൽ ആ ഏരിയാസ് തമ്മിൽ റോഡ് വെച്ചിട്ട് മീറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ കണക്ട് ചെയ്യണം എന്നായിരുന്നു അവർ ഡിസൈഡ് ചെയ്തത്. The maximum distance from any place in a semi-developed area would be 12.8 kilometer from metalled road and 4.8 kilometer from any road. അപ്പം ഓരോ ഏരിയയിലും എല്ലാ ഏരിയയിലും മെറ്റൽഡ് റോഡ് കാണില്ല. അപ്പം മെറ്റൽഡ് റോഡിൽ നിന്ന് ഒരു സാധാ ഒരു സെമി ഡെവലപ്ഡ് ഏരിയയിലോട്ട് 12.8 കിലോമീറ്റർ ആകണം. അത് കൂടാനോ കുറയാനോ പാടില്ല. അങ്ങനെയായിരുന്നു അവർ ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ബാക്കി ചെറിയ ചെറിയ റോഡിൽ നിന്ന് ആ ഒരു സെമി ഡെവലപ്ഡ് ഏരിയയിലോട്ട് ഒരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറമേ ആകാൻ പാടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് റോഡ് ചെറിയ വില്ലേജ് റോഡ്സ് അവിടെ കാണണം. അതാണ് അവർ ഡിസൈഡ് ചെയ്തത്. എക്സ്പ്രസ് വേ ഹാവ് ഓൾസോ ബീൻ കൺസിഡേർഡ് ഇൻ ദിസ് പ്ലാൻ ആൻഡ് 1,600 കിലോമീറ്റർ ഓഫ് ലെങ്ത് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി പ്രപ്പോസ്ഡ് ടാർഗറ്റ് നാഷണൽ ഹൈവേ. ഓക്കെ, അപ്പം സെക്കൻഡ് 20-year പ്ലാനിലായിരുന്നു എക്സ്പ്രസ് വേ അവർ കൺസിഡർ ചെയ്തതും. ഒരു 1,600 കിലോമീറ്റർ ലെന്തിലുള്ള എക്സ്പ്രസ് വേസ് ഒക്കെ ഈ നാഷണൽ ഹൈവേയുടെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ അതും കൂടെ കൺസിഡർ ചെയ്യാൻ ഇവർ ഡിസൈഡ് ചെയ്തു. ദ ലെന്ത് ഓഫ് റെയിൽവേ ട്രാക്ക് ഈസ് കൺസിഡേർഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റോഡ് സിസ്റ്റം. റെയിൽവേ ട്രാക്കിൻ്റെ ലെന്ത് അതിനെപ്പറ്റിയൊക്കെ ഈ റോഡ് സിസ്റ്റത്തിനോട് വെച്ചില്ല, അത് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്തത്. ഈ തേർഡ് 20-year പ്ലാൻ നടന്ന എന്താണെന്ന് വെച്ചാൽ അത് 1981 തൊട്ട് 2001 ആ അത്രയും ഇയേഴ്സിന് വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. The future road development should be based on the revised classification of road system. എന്ന് വെച്ചാൽ ഫ്യൂച്ചറായിട്ട് റോഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പം ഇപ്പം അവർ പറയാൻ പോകുന്ന ഒരു റോഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വെച്ചിട്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇവർ മെയിൻലി റോഡിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലെക്ചറിൽ. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. അതിൽ പ്രൈമറിയിൽ വരുന്നതാണ് എക്സ്പ്രസ് വേയും നാഷണൽ ഹൈവേയും. സെക്കൻഡറിയിൽ പിന്നെ വരുന്നത് ബാക്കി സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട് റോഡ്. ടെറിഷറിയിൽ അതർ ഡിസ്ട്രിക്ട് റോഡും വില്ലേജ് റോഡും. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അവർ കൊണ്ടുവന്നു. ഡെവലപ്പ് ദി റൂറൽ എക്കണോമി ആൻഡ് സ്മോൾ ടൗൺ വിത്ത് ഓൾ എസെൻഷ്യൽ ഫീച്ചേഴ്സ്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ സ്മോൾ ടൗൺസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കൊണ്ടുവന്നു. പോപ്പുലേഷൻ ഓവർ 500 ഷുഡ് ബി കണക്റ്റഡ് ബൈ ഓൾ വെതർ റോഡ്സ്. പിന്നെ 500 ആൾക്കാർ കൂടുന്ന ഒരു ചെറിയ പോപ്പുലേഷനുള്ള ചെറിയ ചെറിയ ടൗൺസ് ഉണ്ടെങ്കിൽ അതിനെ ഓൾ വെതർ റോഡ് എന്ന് വെച്ചാൽ എല്ലാ വെതറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന റോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്തു. 100 സ്ക്വയർ കിലോമീറ്ററിൽ 82 കിലോമീറ്ററോളം റോഡ് വേണമെന്നാണ് ഡിസൈഡ് ചെയ്തത്. ദ NH നെറ്റ്വർക്ക് ഷുഡ് ബി എക്സ്പാൻഡഡ് ടു ഫോം എ സ്ക്വയർ ഗ്രിഡ് ഓഫ് 100 കിലോമീറ്റർ സൈഡ് സോ ദാറ്റ് നോ പാർട്ട് ഓഫ് ദി കൺട്രി ഈസ് മോർ ദാൻ 50 കിലോമീറ്റർ അവേ ഫ്രം ദി NH. അതേപോലെ തന്നെ NHൻ്റെ നെറ്റ്വർക്കും കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഏതൊരു കൺട്രി എടുത്താലും അല്ലെങ്കിൽ ഏതൊരു പോർഷൻ എടുത്താലും ഏതൊരു സ്ഥലം എടുത്താലും അത് NHൽ നിന്ന് ഒരു 50 കിലോമീറ്റർ അത്രയൊക്കെ ദൂരെ പാടുള്ളൂ. അല്ലെങ്കിൽ 50 കിലോമീറ്ററിന് മേളിലാണ് നമുക്ക് NHൽ എത്താൻ പറ്റുക. അതുകൊണ്ടല്ല അവർ ഡിസൈഡ് ചെയ്തത് നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്റർ മാറിയാൽ അവർക്ക് NHൽ എത്താൻ പറ്റണം. ആ ഒരു രീതിയിൽ NHനെ എക്സ്പാൻഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു ഈ ഒരു തേർഡ് 20-year പ്ലാനിൽ. ഓക്കെ, അതേപോലെ എക്സ്പ്രസ് വേ ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് അലോങ് മേജർ ട്രാഫിക് കോറിഡോർസ്. എക്സ്പ്രസ് വേ കുറച്ചും കൂടെ കൺസ്ട്രക്ട് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഡിസൈഡ് ചെയ്തു. ഓൾ ടൗൺസ് ആൻഡ് വില്ലേജസ് വിത്ത് പോപ്പുലേഷൻ ഓവർ 1,500 ഷുഡ് ബി കണക്റ്റഡ് ബൈ MDR ആൻഡ് വില്ലേജസ് വിത്ത് പോപ്പുലേഷൻ 1,000 to 1,500 ബൈ അതർ ഡിസ്ട്രിക്ട് റോഡ്. അപ്പം ചെറിയ ചെറിയ ടൗൺസും വില്ലേജസും തമ്മിൽ മേജർ ഡിസ്ട്രിക്ട് റോഡ് വെച്ച് കണക്ട് ചെയ്യാനും വില്ലേജസുകൾ തമ്മിൽ അതർ ഡിസ്ട്രിക്ട് റോഡ് വെച്ച് കണക്ട് ചെയ്യാനും ഡിസൈഡ് ചെയ്തു. റോഡ് ഷുഡ് ബി ബിൽഡ് ഇൻ ലെസ് ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയ ടു അട്രാക്ട് ദി ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി. അതേപോലെ തന്നെ ഈ അധികം ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലാത്ത ഏരിയയിലോട്ടും റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇവർ ഡിസൈഡ് ചെയ്തു. അങ്ങനെ റോഡൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ആ ഒരു ഏരിയയിൽ പോയിട്ട് നമുക്ക് ഇൻഡസ്ട്രീസ് വെക്കാൻ ഒക്കെ ഉള്ള ഒരു അട്രാക്ഷൻ കിട്ടുമല്ലോ. അപ്പം അധികം ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ലാത്ത ഏരിയയിലോട്ടും റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ദി എക്സിസ്റ്റിംഗ് റോഡ് ഷുഡ് ബി ഇംപ്രൂവ്ഡ് ബൈ റെക്ടിഫൈങ് ദി ഡിഫക്ട്സ് ഇൻ ദി റോഡ് ജോമെട്രി, വൈഡനിങ് riding quality and strengthening the existing pavement to save vehicle operation cost and thus to conserve energy. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് റോഡ്സിൽ ഉണ്ടായിട്ടുള്ള എല്ലാവിധ ഡിഫക്ട്സും അതിൻ്റെ ജോമെട്രിയുടെ കേസിലാണെങ്കിലും അതിൻ്റെ റൈഡിങ് ക്വാളിറ്റിയുടെ കേസിലാണെങ്കിലും അതിൻ്റെ സ്ട്രെങ്തിൻ്റെ കേസിലാണെങ്കിലും ഇതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഓക്കെ, അപ്പം ഈ പറഞ്ഞതായിരുന്നു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്ന 3 ഫസ്റ്റും സെക്കൻഡും തേർഡും 20-year പ്ലാൻസ് 20 വർഷത്തേക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലാനിൽ നിന്നാണ് നമ്മൾ ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ അനുസരിച്ച് നമുക്ക് മെയിൻലി റോഡിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്
കണ്ടുപിടിച്ചത്. അതിലെ നാഗ്പൂർ റോഡ് പ്ലാൻ വെച്ചിട്ടാണ് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡായിട്ട് ഡിവൈഡ് ചെയ്തത്. പിന്നെ സെക്കൻഡ് റോഡ് പ്ലാൻ, സെക്കൻഡ് 20 ഇയർ പ്ലാനിൽ വന്നപ്പോൾ അതിൽ എക്സ്പ്രസ് വേയും കൂടെ വന്നു. തേർഡ് റോഡ് പ്ലാനിൽ അവരെന്താ ചെയ്തത്, അതിനെ മെയിൻലി പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് പ്രൈമറിയിൽ എക്സ്പ്രസ് വേയും നാഷണൽ ഹൈവേയും വന്നു, സെക്കൻഡറിയിൽ സ്റ്റേറ്റ് ഹൈവേയും മേജർ ഡിസ്ട്രിക്ട് റോഡും വന്നു, ടെറിഷറിയിൽ അതർ ഡിസ്ട്രിക്ട് റോഡും വില്ലേജ് റോഡ്സും വന്നു. ഓക്കെ, പിന്നെ ഈ 3 നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എക്സ്പ്രസ് വേ ആ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലേ, ഭയങ്കര സ്പീഡിലായിരിക്കണം ആ ഒരു റോഡിൽ കൂടെ പോകേണ്ടത്. അപ്പം ഇവിടെ ഹെവി ട്രാഫിക് ആയിരിക്കും എന്ന് വെച്ചാൽ കുറേ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ട്രാഫിക് എല്ലാം ഈ ഒരു റോഡ് യൂസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഹൈ സ്പീഡിലായിരിക്കും പോകേണ്ടത്. 120 km/h ആയിരിക്കണം അവിടുത്തെ സ്പീഡ്. അതേപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ലാൻഡ് വിത്ത് എന്ന് പറയുമ്പം 90 മീറ്ററോളം വിത്ത് അവർക്ക് യൂസ് ചെയ്യേണ്ടി വരും ഈ ഒരു എക്സ്പ്രസ് വേ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. ഫുൾ ആക്സസ് കൺട്രോൾഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഫുൾ കൺട്രോൾഡ് ആയിരിക്കും. അധികം നേരം നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാനോ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഒന്നും ഈ ഒരു എക്സ്പ്രസ് വേയിൽ കാണത്തില്ല. എപ്പോഴും ഹൈ സ്പീഡിൽ വെഹിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് മേജർ പോയിന്റ്സ് ഓഫ് ട്രാഫിക് ജനറേഷൻ, കുറേ മേജർ പോയിന്റ്സുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സ്പ്രസ് വേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ സ്ലോ മൂവിങ് വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല. ഇപ്പം എന്തെങ്കിലും ഒരു ലോറി നിർത്തിയിട്ട് ലോഡിങ്ങോ അൺലോഡിങ്ങോ അതൊന്നും ഈ എക്സ്പ്രസ് വേയിൽ നടക്കില്ല. പാർക്കിംഗ് നടക്കില്ല. ജസ്റ്റ് എപ്പോഴും ഹൈ സ്പീഡിൽ ഹെവി ട്രാഫിക് മൂവ്മെൻറ്റ് മാത്രമേ എക്സ്പ്രസ് വേസിൽ കാണത്തുള്ളൂ. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ ഹൈവേ NH നമ്മളെല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടല്ലേ. NH ആർ ദി മെയിൻ ഹൈവേസ് റണ്ണിങ് ത്രൂ ദി ലെങ്ത് ആൻഡ് ബെർത്ത് ഓഫ് ഇന്ത്യ, കണക്ടിങ് മേജർ പാർട്സ്, ഫോറിൻ ഹൈവേസ്, ക്യാപിറ്റൽ ഓഫ് ലാർജ് സ്റ്റേറ്റ്സ് ആൻഡ് ലാർജ് ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സെൻറ്റർ, ഇൻക്ലൂഡിങ് റോഡ്സ് റിക്വയർഡ് ഫോർ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് ഫോർ ദി ഡിഫൻസ് ഓഫ് ഇന്ത്യ. അപ്പം NH എന്ന് പറയുന്നത് മെയിൻ ഹൈവേ ആണ്. അത് നമ്മുടെ ഇന്ത്യയുടെ പല രണ്ടറ്റത്തു നിന്നും അല്ലെങ്കിൽ ഈസ്റ്റിൽ നിന്നോ വെസ്റ്റിലോട്ടോ അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടോ അങ്ങനെ എല്ലാവിധ കണക്ഷൻസും നടത്തുന്നത് ഈ ഒരു NH ത്രൂ ആണ്. മെയിൻ പാർട്ടിലോട്ടുള്ള കണക്ഷനും അതേപോലെ തന്നെ ക്യാപിറ്റൽസ് തമ്മിലുള്ള കണക്ഷൻസ്, ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട്, ടൂറിസ്റ്റ് സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ ഡിഫൻസ് ആൾക്കാർക്ക് മൂവ് ചെയ്യാനൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ഈ NH ആണ് അല്ലേ. ദ നാഷണൽ ഹൈവേസ് ഹാവ് എ ടോട്ടൽ ലെങ്ത് ഓഫ് 70,000 കിലോമീറ്റർ. ഇന്ത്യൻ ഹൈവേസ് covers 2% of total road network of India and carries 40% of total traffic. ഓക്കെ, ടോട്ടൽ ലെന്ത് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. The highway connecting Delhi, Amla, Amritsar is denoted as NH1. ഓക്കെ, NH1 ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡൽഹി, ആംല, അമൃത്സർ കണക്ട് ചെയ്യുന്ന ആ ഒരു ഹൈവേനെയാണ്. വേറസ് എ ബൈഫിക്കേഷൻ ഓഫ് ദിസ് ഹൈവേ ബിയോണ്ട് ജലന്ധർ ടു ശ്രീനഗർ ആൻഡ് URI ഈസ് ഡിനോട്ടഡ് ആസ് NH1A. ഓക്കെ, അപ്പം ജലന്ധർ തൊട്ട് ശ്രീനഗർ ആൻഡ് യൂറി ആ ഒരു സ്ഥലത്തിലോട്ട് ഈ ഒരു NH1 തന്നെ ഒരു ചെറിയൊരു പോർഷൻ പോകുന്നുണ്ട്, ബ്രാഞ്ച് പോകുന്നുണ്ട്. അതിനെ നമുക്ക് NH1A എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദ ലോങ്ങസ്റ്റ് ഹൈവേ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് NH7 ആണ്. അത് ഉത്തർപ്രദേശിലെ വാരണാസി തൊട്ട് സൗത്തിലുള്ള, ഇന്ത്യയിലെ ഏറ്റവും സൗത്തിലുള്ള കന്യാകുമാരി വരെ കണക്റ്റഡ് ആണ്. അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഹൈവേ എന്ന് പറയുന്നത്. ദ ഷോർട്ടസ്റ്റ് ഹൈവേ NH47A ആണ്. അത് ജസ്റ്റ് എറണാകുളം തൊട്ട് ആ കൊച്ചി അവിടം വരെ ഉള്ളൂ. ടോട്ടൽ ലെന്ത് 4 kilometers ആണ്. ഓക്കെ, ഇനി ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡൽഹിയും കൊൽക്കട്ടയും ചെന്നൈയും മുംബൈയും ഇത് 4നെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻസ് ആണ് ഈ ഒരു നാഷണൽ ഹൈവേയിൽ പോകുന്നത്. ടോട്ടൽ 5,846 kilometers ആണ് ഈ ഒരു കണക്ഷനിൽ പോകുന്നത്. അത് ഈ പറഞ്ഞിരിക്കുന്ന NHകൾ കൂടുന്നതാണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NH2 വെച്ചിട്ട് അവർ ഡൽഹി തൊട്ട് കൊൽക്കട്ട വരെ ഒരു ഹൈവേ പോകുന്നുണ്ട്. അതിന് ലെന്താണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെന്നൈ മുംബൈ, ഈ ഒരു ചെന്നൈ മുംബൈ കണക്ഷന് വേണ്ടി NH4 യൂസ് ചെയ്യും. NH7 ഉണ്ട്, 46 ഉണ്ട്. അങ്ങനെ ഈ ഒരു 4 സ്ഥലങ്ങളും കൂടുന്ന അല്ലെങ്കിൽ 4 സ്ഥലത്തിനെ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു NH നെറ്റ്വർക്കിനെ നമുക്ക് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അടുത്തത് സ്റ്റേറ്റ് ഹൈവേസ് SH. They are the arterial roads of a state connecting up with the national highways of the adjacent states, district headquarters and important cities within the state. ഓക്കെ, അപ്പം ഒരു സ്റ്റേറ്റിനുള്ളിൽ മെയിൻ ആയിട്ടുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലോട്ടോ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ടോ അഡ്ജസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ട് ഈ നാഷണൽ ഹൈവേയിലോട്ട് കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹൈവേസിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ്, ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് സിറ്റീസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഹൈവേസ് നമ്മൾ സ്റ്റേറ്റ് ഹൈവേസ് എന്നാണ് പറയുന്നത്. SH ടോട്ടൽ ലെന്ത് ഓഫ് SH ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്.
1,00,000 കിലോമീറ്റേഴ്സോളം വരും. ഈ ഒരു ഹൈവേയിൽ നമ്മൾ 80 km/h ആണ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മേജർ ഡിസ്ട്രിക്ട് റോഡ് അല്ലെങ്കിൽ MDR, ഇമ്പോർട്ടൻറ്റ് റോഡ്സ് വിത്തിൻ എ ഡിസ്ട്രിക്ട് സെർവിങ് ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റ്സ് കണക്ടിങ് ദോസ് വിത്ത് ഈച്ച് അതർ ഓർ വിത്ത് മേജർ ഹൈവേസ്. ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെ ഇപ്പം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഏരിയ, ആ ഒരു ഏരിയയിലോട്ട് മേജർ പോർഷനിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന റോഡിനാണ് മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്ന് പറയുന്നത്. ഒരു 4,00,000 കിലോമീറ്റേഴ്സോളം ഇന്ത്യയിൽ MDR ആണ് അല്ലെങ്കിൽ മേജർ ഡിസ്ട്രിക്ട് റോഡ് തന്നെയാണ്. 60 to 80 km/h ആണ് ഇവിടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തത് അതർ ഡിസ്ട്രിക്ട് റോഡ്, ഈ MDR കൂടാതെയുള്ള ഡിസ്ട്രിക്ട് റോഡ് സെർവിങ് റൂറൽ ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊവൈഡിങ് ദം വിത്ത് ഔട്ട്ലെറ്റ് ടു മാർക്കറ്റ് സെൻറ്റേഴ്സ് ഓർ അതർ ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ലൈക്ക് MDR ഓർ SH. അപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് ഔട്ട്ലെറ്റിലോട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പം മേജർ ഡിസ്ട്രിക്ട് റോഡിലോട്ട് കയറണമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയിലോട്ട് അവർക്ക് കണക്ഷൻ കിട്ടണമായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് അതർ ഡിസ്ട്രിക്ട് റോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ 50 to 60 km ആണ് സ്പീഡ് പറയുന്നിരിക്കുന്നത്. ഇനി അടുത്തതാണ് ലാസ്റ്റ് വൺ, വില്ലേജ് റോഡ് അല്ലെങ്കിൽ റൂറൽ റോഡ്സ് എന്ന് പറയാം. വില്ലേജ് റോഡ് എന്ന് പറയുമ്പോൾ ദേ ആർ റോഡ്സ് കണക്ടിങ് വില്ലേജസ് ഓർ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് വിത്ത് ഈച്ച് അതർ ഓർ ടു ദി നിയറസ്റ്റ് റോഡ് ഓഫ് എ ഹയർ കാറ്റഗറി ലൈക്ക് ODR ഓർ MDR. വില്ലേജസുകൾ തമ്മിൽ കണക്ഷൻ കിട്ടാനോ അല്ലെങ്കിൽ വില്ലേജസിൽ നിന്ന് അതർ ഡിസ്ട്രിക്ട് റോഡിലോട്ടോ മേജർ ഡിസ്ട്രിക്ട് റോഡിലോട്ടോ കണക്ഷൻ കൊടുക്കാനോ നമ്മൾ വില്ലേജ് റോഡ് യൂസ് ചെയ്യുന്നത്, ചെറിയ റോഡ്സ്. India has 26 lakhs kilometers of ODR plus VR അല്ലെങ്കിൽ വില്ലേജ് റോഡ് ഔട്ട് ഓഫ് ദി ടോട്ടൽ 33 lakhs kilometers ഓഫ് ഓൾ ടൈപ്സ് ഓഫ് റോഡ്. മൊത്തത്തിൽ ഇത്രയും കിലോമീറ്ററിലെ ഏറ്റവും കൂടുതലും ഈ ODRൻ്റെയും അതേപോലെ തന്നെ വില്ലേജ് റോഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. 40 to 50 km ആണ് നമ്മൾ ഈ ഒരു വില്ലേജ് റോഡിൽ സ്പീഡ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതായിരുന്നു ഒരു മെയിൻ റോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഇപ്പം അർബൻ റോഡ് ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അപ്പം എഴുതേണ്ടതാണ് ഇനിയും പറയാൻ പോകുന്നത്. നമുക്ക് അർബൻ റോഡ്സ് അല്ലെങ്കിൽ മെയിനായിട്ട് ഈ അർബൻ ഏരിയാസിൽ നമുക്ക് റോഡിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്രിയൽ റോഡ്സ്, സബ് ആർട്രിയൽ റോഡ്സ്, കളക്ടർ സ്ട്രീറ്റ്, ലോക്കൽ സ്ട്രീറ്റ്, കൾഡിസാക്ക്, പാത്ത് വേ, ഡ്രൈവ് വേ. ഓക്കെ, ഇതിൽ ആർട്രിയൽ റോഡ്സ് എന്ന് വെച്ചാൽ ദ റോഡ്സ് ദാറ്റ് കണക്ട്സ് ദി ടൗൺ ടു എ സ്റ്റേറ്റ് ഹൈവേ ഓർ എ നാഷണൽ ഹൈവേസ് ടേംഡ് ആസ് ആർട്രിയൽ റോഡ്. ഒരു ടൗണിനെ സ്റ്റേറ്റ് ഹൈവേയിലോട്ടോ NHലോട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റോഡാണ്. ഇറ്റ് പാസസ് വിത്തിൻ ദി സിറ്റി ലിമിറ്റ്സ് ആൻഡ് ക്യാരീസ് ഗ്രേറ്റ് മാസസ് ഓഫ് ട്രാഫിക് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ടൗൺ. അപ്പോൾ അത് സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് അത് പാസ് ചെയ്യുന്നത്. കുറേ ട്രാഫിക് അതിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ദ ആർട്രിയൽ റോഡ് ഇൻക്ലൂഡ് റിംഗ് റോഡ് വരും, അതിനുള്ളിൽ ബൈപ്പാസ് റോഡ് കാണും. ആൻഡ് ദേ അലോ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഫാസ്റ്റ് ട്രാഫിക് അറ്റ് ഹയർ സ്പീഡ്. ഹയർ സ്പീഡിലായിരിക്കും ആ റോഡിൽ കൂടെ ട്രാഫിക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ദീസ് റോഡ്സ് ആർ ഓൾസോ കെപ്റ്റ് ക്ലീൻ ഓഫ് ഓൾ ഒബ്സ്ട്രക്ഷൻസ് സച്ച് ആസ് ഫ്രണ്ടേജ് ഓഫ് ബിൽഡിംഗ്, പാർക്കിംഗ് പ്ലേസസ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഏരിയാസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ യാതൊരു വിധത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസും കാണാൻ പാടില്ല. അതുപോലെ ലോഡിങ് അൺലോഡിങ് ഏരിയാസോ അതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. പാർക്കിംഗ് പ്ലേസസോ ഒന്നും കാണില്ല. ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആയിരിക്കും. ഇവിടെ പെഡസ്ട്രിയൻ അലൗഡ് ടു വാക്ക് ഓൺലി ഇൻ്റർസെക്ഷൻ്റെ അവിടെ പോർഷനിൽ മാത്രമേ പെഡസ്ട്രിയൻസിനെ നമുക്ക് വാക്ക് ചെയ്യാനും ഈ ഒരു ആർട്രിയൽ റോഡ്സിൽ അവർ സമ്മതിക്കത്തുള്ളൂ, അലോ ചെയ്യത്തുള്ളൂ. അടുത്തത് ഇതിൽ ഇൻ്റർസെക്ഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം കേട്ടോ, അടുത്ത മൊഡ്യൂൾസിൽ അത് പറയുന്നുണ്ട്. ഇനി അടുത്തത് സബ് ആർട്രിയൽ റോഡ്. ബസ് സ്റ്റോപ്സ് ഉണ്ട് ബട്ട് നോ സ്റ്റാൻഡിങ് വെഹിക്കിൾസ്. ഇതിൽ ഈ ഒരു റോഡിലും അതേപോലെ തന്നെ എപ്പോഴും ട്രാഫിക് ആയിരിക്കും, നല്ല സ്പീഡിൽ വെഹിക്കിൾസ് മൂവ് ചെയ്യുമായിരിക്കും. അപ്പം അവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുക അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണത്തില്ല, അതിനുള്ള പെർമിഷൻ കാണത്തില്ല. ബസ് സ്റ്റോപ്സ് കാണും, ബസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പോർഷൻ കാണും, പക്ഷേ അല്ലാതെ സ്റ്റാൻഡിങ് വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല. ലെസ് മൊബിലിറ്റി ദാൻ ആർട്രിയൽ റോഡ്. ആർട്രിയൽ റോഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ട്രാഫിക് അവിടെ കാണില്ല. These roads are also known as major road or secondary road. They are contained within city limits and they connect important town centers. തമ്മിൽ കണക്ട് ചെയ്യും. The intersection on these roads are provided with suitable traffic signal. ഇൻ്റർസെക്ഷനിൽ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ നമ്മൾ സൂറ്റബിൾ കൊടുക്കും. പിന്നെ ഇവിടെ നമ്മൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിനെയാണ് CBD എന്ന് വെച്ച് പറയുന്നത്. അപ്പം ഈ ഒരു റോഡിനുള്ളിൽ അടുത്തടുത്തായിട്ടൊരു 500 മീറ്റർ അപ്പുറം ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കാണും ഈ ഒരു സബ് ആർട്രിയൽ റോഡ്സ് തന്നെ. അതാണ് സ്പേസിങ് ഫോർ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 500 മീറ്റർ മാറി മാറി എപ്പോഴും ഈ ഒരു സബ് ആർട്രിയൽ റോഡിൽ ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കാണും. പിന്നെ ഡിസൈൻ സ്പീഡ് ഇതിൽ അലോ ചെയ്തിരിക്കുന്നത് 60 km/h. മൊത്തത്തിലൊരു 30 to 40 മീറ്റർ ലെന്ത് ഇവർക്ക് ലാൻഡ് വിഡ്ത്ത് വേണ്ടി വരും ഈ ഒരു സബ് ആർട്രിയൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ.
അടുത്തത് കളക്ടർ സ്ട്രീറ്റ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി അടുത്തതെന്ന് പറയുന്നത് ലോക്കൽ സ്ട്രീറ്റ് ആണ്. അപ്പോൾ ആ ലോക്കൽ സ്ട്രീറ്റിൽ നിന്ന് ട്രാഫിക്കിനെ കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് കളക്ടർ സ്ട്രീറ്റ് അങ്ങനെ ഒരു റോഡുള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് ആക്സസ് ടു ആർട്ടറിയൽ റോഡ്. റോഡിലോട്ട് ഉള്ള ആക്സസ് കിട്ടുന്നത് ഈ ഒരു കളക്ടർ റോഡിൽ അല്ലെങ്കിൽ കളക്ടർ സ്ട്രീറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ആ ഒരു റോഡിനെ, ആ ഒരു റോഡിൽ കയറിയിട്ട് വേണം നമ്മൾ ആർട്ടറിയൽ റോഡിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റെസിഡൻഷ്യൽ, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ്. ഫുൾ ആക്സസ് അലൗഡ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എല്ലാവിധ വണ്ടികളും എല്ലാം ഇതിൽ ഈ റോഡ് യൂസ് ചെയ്യാം. പാർക്കിംഗ് ഒക്കെ പെർമിറ്റഡ് ആണ്. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള വഴിയല്ല, കാര്യം 50 km/h ആണ്. അപ്പോൾ അവിടെ നമുക്ക് പാർക്കിംഗ് ഒക്കെ അലൗഡ് ആണ്. 20 to 30 മീറ്റർ വിട്ടായിരിക്കും ലാൻഡ് വേണ്ടത് ഈ ഒരു കളക്ടർ സ്ട്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ. അടുത്തത് ലോക്കൽ സ്ട്രീറ്റ്. അവിടുത്തെ സ്പീഡ് 30 km/h ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 10 to 20 മീറ്റർ ആയിരിക്കും. ഇവിടെ പ്രൈമറി ആക്സസ് ടു റെസിഡൻസ്, ബിസിനസ് ഓർ അതർ അബറ്റിംഗ് പ്രോപ്പർട്ടി. ഇപ്പം റെസിഡൻഷ്യൽ ഏരിയയിലോട്ടോ ബിസിനസ് ഏരിയയിലോട്ടോ അല്ലെങ്കിൽ അഡ്ജോയിനിങ് പ്രോപ്പർട്ടീനെയാണ് അബറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അങ്ങോട്ടൊക്കെയുള്ള ആക്സസ് കിട്ടുന്നത് ഈ ഒരു ലോക്കൽ സ്ട്രീറ്റ് ചെറിയ ചെറിയ വഴി കൂടെയാണ്. ഇവിടെ ലെസ് വോളിയം ഓഫ് ട്രാഫിക് ആയിരിക്കും, സ്ലോ സ്പീഡിലായിരിക്കും പോകുന്നത്. ഇവിടെ പാർക്കിങ്ങിനൊന്നും യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. പെഡസ്ട്രിയൻസ് മൂവ്മെന്റ്സ് അലൗഡ് ആണ്. ബസ് സ്റ്റോപ്സും അതെല്ലാം കാണും. ഓക്കെ, അടുത്തത് കൾഡിസാക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ ഒരു ഇമേജ് നോക്കിയേ, ഈ ഒരു ഫിഗർ നോക്കിയേ. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഈ ഒരു റോഡിൽ കൂടെ വന്നിട്ടെ, ഈ റോഡിൽ കൂടെ കയറുന്ന ആൾക്ക് ലാസ്റ്റ് ഇതിന് എൻഡ് ഇവിടെ കൊണ്ട് തീർന്ന് ഇനിയിപ്പോൾ ഈ റോഡിൽ നിന്ന് ഇറങ്ങണമെങ്കിലും ഈ സെയിം കയറി വന്നിടത്തോട്ട് തന്നെ വരണം. ഓക്കെ, അതേപോലെ തന്നെ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറിയാലും ഈ ഒരു ഇങ്ങോട്ടുള്ള വീട്ടിലെല്ലാം പോകാനായിരിക്കും. ഈ റോഡിൽ കൂടെ കയറിയാലും തിരിച്ച് ഈ റോഡ് വഴി തന്നെ ഇറങ്ങി വരണം, കാര്യം ഇവിടുന്ന് വേറെ കണക്ഷൻ ഇല്ല. അപ്പം അതിനാണ് കൾഡിസാക്ക് എന്ന് പറയുന്നത്. ഡെഡ് എൻഡ് സ്ട്രീറ്റ് വിത്ത് ഓൺലി വൺ എൻട്രി ആക്സസ് ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ്. അപ്പോൾ ഡെഡ് എൻഡ് ആയിരുന്നു, ഒരു എൻഡ് ഡെഡ് എൻഡാണ്. അപ്പോൾ നമുക്ക് എൻട്രിയും എക്സിറ്റും ഈ ഒരു സെയിം എൻട്രി പോയിന്റിൽ നിന്ന് തന്നെയായിരിക്കും ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ആകുന്നതും. ഇത് കൂടുതൽ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയാസിലാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഡ്രൈവ് വേ. A driveway is a type of private road for local access to one or a small group of structures and is owned and maintained by an individual or group. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്രൈവറ്റ് റോഡാണ്. ചിലപ്പം നമ്മുടെ കുറച്ച് നമ്പർ ഓഫ് ബിൽഡിങ്സ് കാണും, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് കാണും. അങ്ങോട്ട് പോകാൻ വേണ്ടി ഇൻഡിവിജ്വൽ, സാധാരണ നാട്ടുകാർ തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അയാൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽ പ്രൈവറ്റ് റോഡിനെയാണ് നമ്മൾ ഡ്രൈവ് വേ എന്ന് പറയുന്നത്. ഡ്രൈവേസ് ആർ കോമൺലി യൂസ്ഡ് എസ് പാത്ത് ടു പ്രൈവറ്റ് ഗാരേജസ്, ഫ്യൂവൽ സ്റ്റേഷൻ ഓർ ഹൗസസ്. അപ്പം ഈ ഡ്രൈവ് വേ ത്രൂ നമ്മൾ കൊടുക്കുന്ന ഒരു പാത്ത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഗാരേജസിലോട്ടോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലോട്ടോ ചെറിയ ഹൗസസിലോട്ടൊക്കെ ആയിരിക്കും ഈ ഡ്രൈവ് വേ ചെന്നെത്തുന്നത്. ഓക്കെ, അടുത്തത് അർബൻ ക്ലാസിഫിക്കേഷൻ വരുന്ന അടുത്തതാണ് ലാസ്റ്റ് വൺ ആണ് പാത്ത് വേ. പാത്ത് വേ എന്ന് പറയുന്നത് ജസ്റ്റ് പെഡസ്ട്രിയൻ വേസ് ആയിരിക്കും. ദേ ആർ ഇൻ ദി ഫോം ഓഫ് ആക്സസ് ലീഡിങ് ടു ഇൻഡിവിജ്വൽ ഷോപ്സ് ഓഫ് പ്രിമിസസ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷോപ്പിലോട്ടോ പ്രിമിസസിലോട്ടോ ഉള്ള ഒരു കണക്ഷൻ ആയിരിക്കും ഈ പെഡസ്ട്രിയൻ വേ അല്ലെങ്കിൽ പാത്ത് വേ കൊണ്ട് കിട്ടുന്നത്. ദ വെഹിക്കുലർ ട്രാഫിക് ഈസ് നോ അലൗഡ് ടു മൂവ് ഓൺ ദി പാത്ത് വേ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ കൂടെ വെഹിക്കുലർ ട്രാഫിക് ഒന്നും നമ്മൾ അലോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു അർബൻ റോഡിൻ്റെ പല ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പം ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നോക്കാട്ടെ, നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഇനി അടുത്തത് ഹൈവേ അലൈൻമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഹൈവേ അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ദ പൊസിഷൻ ഓർ ലേ ഔട്ട് ഓഫ് സെൻട്രൽ ലൈൻ ഓഫ് ദി ഹൈവേ ഓൺ ദി ഗ്രൗണ്ട് ഈസ് കോൾഡ് അലൈൻമെൻറ്റ്. ഓക്കെ, നമ്മളിപ്പം ഹൈവേ എന്ന് പറയുമ്പോൾ റോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. അപ്പം അതിൻ്റെ സെൻട്രൽ ലൈൻ നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യുമല്ലോ. ആ സെൻട്രൽ ലൈനിൻ്റെ പൊസിഷനെ അല്ലെങ്കിൽ അതിൻ്റെ ലേ ഔട്ടിനെയാണ് നമ്മൾ അലൈൻമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സ്ട്രെയിറ്റ് പാത്ത് വരും, ഹൊറിസോണ്ടൽ ഡീവിയേഷൻസ് വരും, കേർവ്സ് വരും, അല്ലേ? ഒരു റോഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആണോ? അല്ല, കേവ് വെക്കേണ്ട ആവശ്യമില്ല. ഒരു വളവ് വരുമ്പോൾ നമുക്ക് കേവ് പോലെ ആയിരിക്കും കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അലൈൻമെന്റ് എന്ന് പറയുന്നത് അതിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്ത് കാണും, ഹൊറിസോണ്ടൽ ഡീവിയേഷൻസ് കാണും, കേർവ്സും കാണും. ഓക്കെ, അപ്പം ഹൈവേ അലൈൻമെന്റ് എന്ന് വെച്ചാൽ പൊസിഷൻ ഓർ ലേ ഔട്ട് ഓഫ് സെൻട്രൽ ലൈൻ ഓഫ് ദി ഹൈവേ ആണ്. ഗ്രൗണ്ടിൽ നമ്മൾ കൊടുക്കുക. ആദ്യമേ നമ്മൾ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യും ഗ്രൗണ്ടിൽ. എന്നിട്ടാണ് നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇത്രയും വിട്ട് വെച്ചിട്ട് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഡ്യൂ ടു ഇംപ്രോപ്പർ അലൈൻമെന്റ് ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ ഇൻക്രീസ് ഉണ്ടാവും, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും, വെഹിക്കൽ ഓപ്പറേഷൻ കോസ്റ്റ് കൂടും, ആക്സിഡൻറ്റ് അതിൻ്റെ റേറ്റും ഒക്കെ കൂടും.
ഓക്കെ. ഇപ്പോൾ ഇംപ്രോപ്പർ അലൈൻമെൻറ്റ് വന്നു കഴിഞ്ഞാലുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ എപ്പോഴും അലൈൻമെൻറ്റ് വെക്കുമ്പം കറക്റ്റായിട്ട് നല്ല കെയർ കൊടുത്തിട്ട് വേണം നമ്മൾ റോഡ് അലൈൻമെൻറ്റ് കൊടുക്കാൻ. Once the road is aligned and constructed, it is not easy to change the alignment due to increase in cost of adjoining land and construction of costlier സ്ട്രക്ചർ. അപ്പോൾ നമ്മളൊരു റോഡ് അലൈൻ ചെയ്ത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് അതിലൊരു ചേഞ്ച് വരുത്തണം എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ അത്രയും കോസ്റ്റ് ഇനിയും കൂടും, കൺസ്ട്രക്ഷൻ കോസ്റ്റും കൂടും. ഇനിയിപ്പോൾ ഇച്ചിരിയുടെ സ്ഥലം എടുത്തിട്ടാണെങ്കിൽ ആ സ്ഥലം മേടിക്കണമെങ്കിൽ അതിനുള്ള അഡ്ജോയിനിങ് ലാൻഡിൻ്റെ കോസ്റ്റും ആവും അല്ലേ. അപ്പം എപ്പോഴും അലൈൻ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രമേ നമ്മൾ റോഡ് അലൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇനി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്നല്ല, അത് എക്സ്പെൻസീവ് ആണ്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയത് ഒരു ഹൈവേ ആണ്, റോഡ് പോയിരിക്കുന്നത്. നമുക്ക് കൂടുതലും ഇത് സ്ട്രെയിറ്റ് പാത്താണ് അല്ലേ. പക്ഷേ ഈ ഒരു ഫിഗർ നോക്കിയേ, ഇതിലിങ്ങനെ ഉണ്ട് ഒരു ഡീവിയേഷൻസ് വരാൻ അല്ലെങ്കിൽ കേർവ്സ് കൊടുക്കാം. കേർവ്സ് വരേണ്ട സ്ഥലമായിരിക്കും. ടോപ്പോഗ്രഫി അനുസരിച്ച് അവിടുത്തെ ഒരു വളവ് വെച്ച് പോയാലേ ആ ഒരു പോർഷനിൽ കൂടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അലൈൻമെന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് പാത്ത് കൂടുന്നതാണ്, ഹൊറിസോണ്ടൽ ഡീവിയേഷൻസ് കൂടുന്നതാണ്, കേർവ്സ് കൂടുന്നതാണ്. ഓക്കെ. ഇനിയും ജസ്റ്റ് ലാസ്റ്റ് വൺ ആണ്. ഒരു ഹൈവേ അലൈൻമെൻറ്റ് ഐഡിയൽ ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്? മെയിൻ 4 റിക്വയർമെൻറ്റ്സ് ആണ്. ഒന്ന് ഷോർട്ട് ആയിരിക്കണം, അടുത്തത് ഈസി ആണെന്ന് വെച്ചാൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കണം, സേഫ് ആയിട്ടുള്ളതായിരിക്കണം, എക്കണോമിക്കലായിരിക്കണം. ഓക്കെ. അപ്പം നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കണേ. അപ്പോൾ ഇതിൽ എയും ബി എന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ കൂടെ ഇങ്ങനെ റോഡിൻ്റെ ഒരു ഒരു പ്ലാൻ വ്യൂവും കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഷോർട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ അലൈൻമെന്റ് എന്ന് വെച്ചാൽ ഈ എ തൊട്ട് ബി വരെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം, ഈ ഒരു ബ്ലൂ കളറിൽ മാർക്ക് വയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വേണമെങ്കിലും ബിയിലോട്ട് പോകാം അല്ലേ. അപ്പം അലൈൻമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ട് അലൈൻമെന്റ് ആയിരിക്കും. 2 ടെർമിനൽ സ്റ്റേഷൻസ് തമ്മിൽ നമ്മൾ ഡിസ്റ്റൻസ് നോക്കിയാൽ ഏറ്റവും ഷോർട്ട് ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തത് ഈസി ടു കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ ദി റോഡ് വിത്ത് മിനിമം പ്രോബ്ലം, ഓൾസോ ഈസി ഫോർ ഓപ്പറേഷൻ ഓഫ് വെഹിക്കിൾ. അപ്പം റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പം അത് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെ അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിരിക്കണം. അതേപോലെ അധികം പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതി അല്ലെ. അതേപോലെ തന്നെ അതിൽ കൂടെ ഒരു വെഹിക്കിൾ പോയാൽ ആ വെഹിക്കിളിന് യാതൊരുവിധ പ്രശ്നവും ആ റോഡ് കാരണം ഉണ്ടാകാൻ പാടില്ല. അപ്പം ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാനും വെഹിക്കിളിനും യാതൊരുവിധ പ്രശ്നം ഉണ്ടാകാത്ത ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇനി സേഫ് ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മളൊരു റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന് മെയിൻ്റെനൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോഴോ ഒരു ഹില്ല് സ്ലോപ്പിൽ കൊടുക്കുന്ന ഒരു റോഡാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എംബാക്ക്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കട്ട് സ്ലോപ്പിൻ്റെ അവിടെ കൊടുക്കുന്ന ഒരു റോഡാണെങ്കിൽ അത് എപ്പോഴും സേഫ് ആയിരിക്കണം. ട്രാഫിക് ഓപ്പറേഷൻസ് ഒക്കെ അതിൽ സേഫായിട്ട് തന്നെ കിട്ടണം. അതിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിളിന് യാതൊരു വിധത്തിലുള്ള അപകടങ്ങളോ ഒന്നും ആ ഒരു റോഡ് കൺസ്ട്രക്ഷൻ്റെ പ്രശ്നം കാരണം ഉണ്ടാകാൻ പാടില്ല. ലാസ്റ്റ് വൺ എക്കണോമിക്കൽ എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ഇനീഷ്യൽ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റ്, ഇതെല്ലാം മിനിമം ആയിരിക്കണം. എപ്പോഴും നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പം എല്ലാ സാധനവും മേടിച്ച് ഭയങ്കര വിലയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടും കയ്യിൽ നിൽക്കാതാവും. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കോസ്റ്റ് ആണെങ്കിലും അത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണെങ്കിലും അധികം കോസ്റ്റ് ആകാത്ത രീതി വേണം ആദ്യമേ കൺസ്ട്രക്ട് ചെയ്യാൻ. അതേപോലെ വെഹിക്കിളിൽ പിന്നെ ഓപ്പറേഷൻ കോസ്റ്റ്, വെഹിക്കിൾസിന് എന്തെങ്കിലും പ്രശ്നം ആ ഒരു റോഡ് ത്രൂ നമ്മൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകാനും പാടില്ല. അപ്പം ഇതിൻ്റെയൊക്കെ കോസ്റ്റ് കുറവായിരിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു അലൈൻമെൻറ്റ് എക്കണോമിക്കലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ 4 റിക്വയർമെൻറ്റ്സ് ആണ് ഐഡിയൽ ഹൈവേ അലൈൻമെൻറ്റിൽ വേണ്ടത്. ഓക്കെ. അപ്പം ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ യൂട്യൂബിലിട്ട വീഡിയോ നോക്കണം, ഇത് നോക്കണം. ഓക്കെ. എന്നിട്ട് നോക്കിയിട്ട് ലെക്ചർ നോട്ട് എഴുതുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. ക്ലാസിഫിക്കേഷൻസ് കറക്റ്റായിട്ട് പഠിക്കണം. ഹൈവേ അലൈൻമെൻറ്റ് അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സും നോക്കുക. ഓക്കെ. എന്നിട്ട് ലെക്ചർ നോട്ട് നാളെ രാവിലത്തേക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക.